ആരോഗ്യ കൂട്ടായ്മയായ മേക് 7 സ്ഥാപകൻ സലാഹുദ്ദീൻ ഇപ്പോൾ 24 ചേരുന്നു. കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയായ സലാഹുദ്ദീൻ ആരംഭിച്ച മേക് 7-നെതിരെ CPIM അടക്കം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സമീർ ബിൻ കരീമാണ് അദ്ദേഹത്തോടൊപ്പം ഇപ്പോഴുള്ളത്. സമീർ, ഗുഡ് മോർണിംഗ്, തുടരൂ. SKN ഈ MEC 7 എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. പ്രധാനമായും സമസ്ത AP വിഭാഗം ഒപ്പം തന്നെ CPIM-മാണ് വിമർശനം ഉയർത്തുന്നത്. ഇവർ പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി SDPI പോലെയുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, ഇത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നിലവിൽ MEC 7-ന്റെ ഫൗണ്ടറായിട്ടുള്ള മലപ്പുറം കൊണ്ടോട്ടി തുറക്കൽ സ്വദേശി സലാഹുദ്ദീൻ നമ്മോടൊപ്പം ചേരുകയാണ്. MEC 7 ആദ്യമായാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നത്. എന്താണ് ഈ MEC 7? നമസ്കാരം. MEC 7 മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ 2010 ഞാൻ എൻ്റെ സർവീസ് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ പരമ്പരാഗത യോഗ എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് 2010 ആരംഭിക്കുന്നത്. അങ്ങനെ 2010 മുതൽ 2012 വരെ ആ പരമ്പരാഗത യോഗയുമായിട്ട് ഞാൻ പോവുകയും എൻ്റെ ഒരു 10-25 സുഹൃത്തുക്കൾ അതിൽ നിരന്തരം വന്ന് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 2012 ജൂലൈയിൽ ഒരു പുതിയ മൊഡ്യൂൾ, ഒരു പുതിയ സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ പ്രായമുള്ള ആളുകൾക്കും ഈ ഒരു വ്യായാമ സിസ്റ്റത്തിലേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ പ്രായമുള്ള കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാ ആളുകൾക്കും എത്താൻ പറ്റുന്ന പുതിയ മൊഡ്യൂൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യായാമത്തിൻ്റെ ഗുണം ലഭിക്കുന്നുള്ള ചിന്തയിലാണ് 2012 ഞാൻ ഈ പുതിയ മൊഡ്യൂൾ MEC 7 മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ 7 എന്ന സിസ്റ്റം ഉണ്ടാക്കുന്നത്. ഈ 7-നകത്ത് 7 ഐറ്റം കൊണ്ടാണ് ഞാൻ മൊഡ്യൂൾ ചെയ്തത്. ഇതിനകത്ത് വരുന്ന എയറോബിക് എക്സൈസ് വരുന്നുണ്ട്, സിമ്പിൾ എക്സൈസ് വരുന്നുണ്ട്, യോഗ എക്സൈസ് വരുന്നുണ്ട്, ഡീപ്പ് ബ്രീത്തിങ് വരുന്നുണ്ട്, അക്യുപ്രഷർ വരുന്നുണ്ട്, മെഡിറ്റേഷൻ വരുന്നുണ്ട്, ഫേസ് മസാജ്. ഇങ്ങനെ 7 കണ്ടന്റ് ഉപയോഗിച്ച് 21 എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. 21 മിനിറ്റാണ് സമയം എടുക്കുകയുള്ളൂ. 1750 പരം ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ തന്നെ ഇത് ഉണ്ടാക്കിയെടുത്ത ഏകദേശം 10 വർഷത്തോളം എൻ്റെ നാട്ടിൽ ഈ നിൽക്കുന്ന ഇവരൊക്കെ തന്നെയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. 10 വർഷത്തോളം ഇതിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. എന്താണ് എൻ്റെ നാട്ടിലെ ആളുകൾ നിരന്തരമായിട്ട് 10 വർഷത്തോളം അത് പരിശീലിച്ചു. അതിൻ്റെ ശേഷം ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് കോവിഡ് അനന്തരം കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഗണങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊണ്ടോട്ടിൽ നിന്നും കീഴ്ശ്ശേരിയിൽ നിന്നും പരിസര പ്രദേശങ്ങളൊക്കെ കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നു. അതിനുശേഷം ഞാൻ ഇത് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് സ്ക്രൂട്ടിനി ചെയ്തു, അനലൈസ് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇത് വലിയ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് 2-3 മാസം കൊണ്ട് പ്രഷർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, യൂറിക് ആസിഡ് തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ നന്നായിട്ട് റിലീഫ് കിട്ടുന്നുണ്ട്. പലർക്കും അതിന് പൂർണ്ണമായിട്ട് മുക്തമാകാൻ വരെ സാധ്യമാകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ടീം ഇരുന്ന് ഈ ഒരു ഇത്രയും ഗുണനിലവിലുള്ള ഒരു എക്സൈസ് സിസ്റ്റം എൻ്റെ നാട്ടിൽ മാത്രം ഇതിൽ എത്ര യൂണിറ്റ് ഉണ്ട് ഇപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം 2000 ഞാൻ പറഞ്ഞല്ലോ 2022 നമ്മളിത് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. കോവിഡ് അനന്തരം 2022 ബ്രാഞ്ച് ഔട്ട്, ഇന്ന് ഏകദേശം 2024 നവംബർ, ഏകദേശം 2 വർഷത്തിനകത്ത് ഏകദേശം കേരളത്തിലെ മലബാർ ഏരിയയിലും ആയിട്ട് ഏകദേശം ഒരു 1000-ന്റെ അടുത്ത് ബ്രാഞ്ചുകൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു CPM-ന്റെ ഒരു ആരോപണം വരുന്നത്? ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി SDPI ഹൈജാക്ക് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ? അങ്ങനെ എന്തെങ്കിലും ബന്ധം ഈ MEC 7 ഉണ്ടോ? ഇതിന് അങ്ങനത്തെ ഒരു ബന്ധവുമില്ല. ഇതിൽ ഒരു SDPI-ൻ്റെ കടന്നുകയറ്റമില്ല, ജമാഅത്തെ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റമില്ല. ഇതിൽ രാഷ്ട്രീയപരമായിട്ട് യാതൊരു വ്യത്യാസവും, ഒരു അഭിപ്രായ വ്യത്യാസവും ഇതിലില്ല. ഒരു മത ചിന്താഗതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് ഉള്ളത്. ഇതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, BJP വരെ ഉണ്ട് ഇതിൽ. അതേപോലെ മത അടിസ്ഥാനത്തിലാണെങ്കിൽ എല്ലാ വിഭാഗങ്ങളും, AP-ൻ്റെ ആളുകൾ ധാരാളം ഇതിലുണ്ട്. അതേപോലെ സുന്നിൻ്റെ ഉണ്ട്, മുജാഹിദ് ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, എല്ലാവരും ഉൾപ്പെടുന്നതാണ്. പക്ഷേ CPM ഉണ്ട്, CPM-ൻ്റെ ഞങ്ങളുടെ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിമാർ പോലും ഇതിലുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയപരമായി മതചിന്താഗതി വ്യത്യാസമില്ലാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഈ MEC 7 21 എക്സസൈസ് ഇദ്ദേഹം മുടികൊടുത്തത്. ഇതിൽ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടക്കക്കാരാണ് ഈ പ്രദേശത്തുള്ള ഇവിടെ ഉള്ളവർ. ഞങ്ങൾ ഇന്നേ വരെ ഒരു വ്യത്യാസപരമായിട്ട് ഇതിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇദ്ദേഹം തന്നെ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഞാൻ ഒരു ലീഗുകാരനാണ്. ഇദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്, CPM-ൻ്റെ സെക്രട്ടറിയാണ്, ഏരിയ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറിയാണ്, CPM-ൻ്റെ ഒരു മെമ്പറാണ് ഇദ്ദേഹം, പാർട്ടി മെമ്പറാണ് ഇദ്ദേഹം, പാർട്ടിൻ്റെ ഒരു വ്യക്താവാണ്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാഷ്ട്രീയ പാർട്ടികൾ ഇത്രമാത്രം ആളുകളെ ഉൾപ്പെടുത്തി ഒരു വിഷയം ഉണ്ടാക്കാൻ, ഒരു പ്രഭാഷണം ഉണ്ടാക്കാൻ കിട്ടാത്ത ഒരു രീതിയിലേക്ക് നാടിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ആരോഗ്യം, നമ്മൾക്കറിയാം, ആരോഗ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്താണ്. അത് തിരിച്ചറിഞ്ഞു ആളുകൾ. ഇതിൽ മാത്രമല്ലല്ലോ, 20 മിനിറ്റ് മാത്രമേ ഇതിന് ചിലവഴിക്കേണ്ടുള്ളൂ. 20 മിനിറ്റ് കൊണ്ട് ഒരു മാസം കൊണ്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമോചനം നേടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇവിടെ ഒരു ഡോക്ടർക്ക് പോയാലും ഏതൊരു ഹോസ്പിറ്റലിലും പോയാലും കിട്ടാത്ത ഒരു അനുഭവമാണ് സത്യത്തിൽ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ ആളുകൾ ഇത് കൂട്ടം കൂടി വരികയാണ്. ഇത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി നടക്കുന്നത്, പുരുഷന്മാരിൽ. അപ്പോൾ സ്ത്രീകൾ ഇത് തിരിച്ചറിഞ്ഞു. അപ്പോൾ സ്ത്രീകൾക്ക് സൗകര്യപ്പെടുന്ന സമയം ഒരു 5 മണി 5:30 മണിയാണ്.
അപ്പോൾ ആ സമയത്താണ് അവർ വരിക. ഇപ്പം നമുക്കറിയാമല്ലോ, മതസംഘടനകൾ നടത്തുന്നുണ്ട് ഇവിടെ, രാത്രിയും പകലും ഒക്കെ നടത്തുന്നുണ്ട് അല്ലേ. പൊതുവേദിയിൽ എത്രങ്ങാനും സ്ത്രീകളാണ് പോകുന്നത്, ഖുർആൻ ക്ലാസ്സിനായാലും ഒക്കെ പോകുന്നത്. ഇവിടെ ആരും അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇതിന് സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പിന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇങ്ങനെ കൂട്ടം കൂടി വരുന്നതിൽ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാത്തത്. ഞങ്ങളിതിൽ വേറെ വ്യത്യാസമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഇവിടെയുള്ള മതസംഘടനകളായാലും അല്ലെങ്കിൽ ഇതിൽ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായാലും വിമർശകർ ഇത് തിരിച്ചറിയണം. ഇത് സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ്, ആരോഗ്യം സംരക്ഷിക്കുന്നതിന്, തൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവരും അറിയണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. ഇതിലൊരു പാർട്ടി വിവേചനം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഇതിലൊരു ബന്ധമില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? പാർട്ടിക്ക് ഇതിൽ ഒരു വിവേചനമില്ല, പാർട്ടിക്ക് ഇതിലൊരു ബന്ധവുമില്ല. ഇത് ഞാനൊക്കെ ഒരു 4 വർഷമായിട്ട് ഇവിടെ തുടക്കം മുതൽ തന്നെ ഈ തുറക്കല് ഇതിൽ മെമ്പറായിട്ട് ഉള്ളതാണ്. ഞാൻ ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയും കൂടിയാണ്. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടിയാണ്. ഇവിടെ 4 വർഷമായിട്ട് ഞാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അതിന് വിവേചനമായിട്ട് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ ഒന്നും ഞങ്ങൾ ചർച്ചയില്ല. രാവിലെ വരും, വ്യായാമം ചെയ്ത് അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. ഇവിടെ വേറെ പാർട്ടി ചർച്ചക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നിനോ ഞങ്ങളൊരു വേദി ഇവിടെ ആക്കലുമില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഏതായാലും 21 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു വ്യായാമമാണ് ഇവിടെ നടക്കുന്നതെന്നും യാതൊരുവിധ പാർട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റൊരു സംഘടനകൾക്കോ ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഫൗണ്ടേഴ്സും മറ്റുള്ളവരും വിശദീകരിക്കുന്നത്.